അടിച്ചു സൈസ് അടിച്ചു. ന്യൂമായിലടിച്ച മൂന്നാമത്തെ വരാലത് 1 കിലോ റേഞ്ചുള്ള നല്ല കിണ്ണം കാച്ച വരാലത് സൈസ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കയ്യിൽ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റിയൽ ഹണ്ടറിൻ്റെ ന്യൂമായി എന്ന് പറയുന്ന ഒരു ഫ്രോഗാണിത്. 5 കളേഴ്സ് പറയപ്പോരണം, 5 കളേഴ്സ് ഉണ്ട്. ഇത്രയും ഫ്രോഗ് ഉണ്ട്. അപ്പം നമ്മൾ ഇത് വെച്ച് മീൻ പിടിച്ചിട്ടുണ്ട്. ഒരുപാട് മീനൊന്നുമില്ല, പക്ഷെ കിട്ടിയതൊക്കെ കുഴപ്പമില്ലാത്ത സൈസുകളാണ്. കാരണം നമ്മളിവിടെ ഏരിയയൊക്കെ വളരെ കുറവാണ്, അറിയാമല്ലോ. അപ്പം ഇത് നല്ല എലിക്കുഞ്ഞിൻ്റെ ഷേപ്പുള്ള സൈസ് ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കാം. നല്ല ഫ്രോഗ്. പ്രത്യേകത എന്ന് വെച്ചാൽ ഡബിൾ സ്പിന്നറാണ്. വലിയൊരു പ്രത്യേകത. അതെ, കറക്റ്റ് എലിക്കുഞ്ഞ്. ഓക്കെ, എലിക്കുഞ്ഞെന്നേ പറയത്തുള്ളൂ. ഇത് വരുന്നത് 4.0 സെൻറ്റിമീറ്റർ, 8 ഗ്രാമാണ്. 8 ഗ്രാം എന്ന് പറഞ്ഞാൽ പോലും സ്പിന്നിങ്ങിനാണെങ്കിലും വെയിറ്റ് കാസ്റ്റിനൊക്കെ ആണെങ്കിൽ സാധനം അങ്ങ് പറക്കും. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് വെയിറ്റ് കാസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, സ്പിന്നിങ് ഉപയോഗിക്കുന്നുണ്ട്. നല്ല എലിക്കുഞ്ഞ്. ഇത് ഡബിൾ സ്പിന്നറാണ്. ഇത് സ്പിന്നർ കണ്ടോ, നല്ല 2 വെറൈറ്റി സ്പിന്നറാണ്. അപ്പം ഇത് വെച്ചിട്ടുള്ളൊരു ഫിഷിംഗ് വീഡിയോ ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മളിത് വൈകുന്നേരം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് വേറൊരു ഫ്രോഗ് എടുത്തു. നമ്മുടെ ന്യൂമായി ഫ്രോഗ് 8 ഗ്രാം, നമ്മുടെ റിയൽ ഹണ്ടറിൻ്റെ തന്നെ. ഈ ഒരു കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓൾറെഡി നമുക്കിവിടെ മീനടി ഇല്ല, ഒന്നാമത്തെ കാര്യം അതാണ്. ഓരോ ദിവസവും ഓരോരോ വീഡിയോസ് ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതല്ലാതെ വലിയ പ്രയോജനങ്ങൾ നമുക്കില്ല. കാരണം സ്ഥലമില്ല, ഒന്നാമത്തെ കാര്യം അതാണ്. അതും കൊണ്ടാണ് കേട്ടോ. സ്ഥലമൊക്കെ ഉണ്ടായി നമ്മളിപ്പം നമുക്ക് തന്നെ അറിയാം, ഒട്ടിച്ചേന് നമ്മളിവിടെ. ന്യൂമായി എന്നാ പേരൊക്കെ അല്ലേ. ഫൈൻ. Fish on. യെസ്, നമ്മുടെ ന്യൂമായി ഫ്രോഗിലെ ഫസ്റ്റ് വരാൻ കുഴപ്പമില്ലാതിരുന്നു. ഇവിടെ കേടാ. ഇതേ നമ്മുടെ ഫ്രോഗ് ന്യൂമായി. ഇനിയും പേരെടുത്ത് പറയുന്നില്ല, കൊല്ലിബായിനകത്തുണ്ട്. ഇന്നേരത്തെ ഫസ്റ്റ് വരാൻ. ഓക്കെ, പിന്നെ കൊല്ലിലോട്ട് മാറ്റാം. ഉറുമ്പുടങ്ങാണ്. ചെറിയുന്നോ അപ്പോൾ നമ്മൾ അടുത്ത ദിവസം, കഴിഞ്ഞ ദിവസം വന്നൊരു സ്പോട്ടിൽ തന്നെ പിന്നെയും വന്നിരിക്കുകയാണ്. അങ്ങോട്ടൊക്കെ നടന്നു നോക്കാം. വളരെ ശോകം, വെള്ളത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടല്ലേ. വെള്ളം ഇങ്ങനെ ആയതുകൊണ്ട് ഇച്ചിരി പാടാം നമുക്ക്. കിട്ടിയെന്നൊക്കെ പറയാം. എങ്ങനെയാണ് നമുക്ക് സത്യത്തിൽ ഇപ്പം പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ എത്തിക്സിനെതിരത് ഫിഷിങ്. അടിച്ചു. ചെറുതാ വിട്ടേക്കാം. അല്ല വേണോ അവനെ കിട്ടുന്നു, എന്നാൽ കൊണ്ടുപോകും. നമ്മുടെ ന്യൂമായി ഫ്രോഗ് നമ്മുടെ ഫസ്റ്റ് വരാറ്. ചെറുതാണ്, പക്ഷെ എടുക്കുവാണ് കേട്ടോ. ഓക്കെ, ചെറുത്. അടിച്ചു. അല്ല അതുപോലെ ഇച്ചിരി വലുതാണ്, മറ്റേനേക്കാളിലും സ്വല്പമുണ്ട്.
നമ്മുടെ ന്യൂമായി ഫ്രോഗിലെ ഇന്നത്തെ ദിവസം രണ്ടാമത്തെ വരാൽ. ഒരു 1/2 കിലോ ഇല്ല, 1/2 കിലോ ഒക്കെ അടുത്താണ് കേട്ടോ, മാക്സിമം 1/2 കിലോ ഒക്കെ അടുത്ത്. നമുക്കിനിപ്പോൾ മാറ്റി വെക്കാം. അടിച്ചിട്ടുണ്ട്. സൈസ് വരാല് നല്ല കിണ്ണം, 1 കിലോ ഉണ്ട്. നമ്മുടെ ന്യൂമായിലടിച്ച 3ാമത്തെ വരാലിത് 1 കിലോ റേഞ്ചുള്ള നല്ല കിണ്ണം കാച്ച വരാലിത്. സൈസ് നല്ല അടിയായിരുന്നു കേട്ടോ. ആശം ചെറുതൊക്കെ ഒന്ന് കൊണ്ടുപോയി, നല്ല ഒരുത്തൻ ന്യൂമായി. ഓക്കെ, കവർ ഇനി സ്ഥലമുണ്ട്, സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ മീൻ കിട്ടണ്ട്. എന്താ വെച്ചാൽ പേടിയാണ് ഇപ്പോൾ. മീനാണെങ്കിൽ 1000 അടുത്തൊക്കെ മാറും, ഇപ്പോൾ 200. ഇതാണ് നമ്മുടെ ന്യൂമായി എന്ന് പറഞ്ഞ റിയൽ ഹണ്ടറിൻ്റെ ഫ്രോഗ്. ഇതേലാണ് നമുക്കിപ്പം നമ്മുടെ പെരിയവനെ കിട്ടിയത്. നമ്മുടെ എലിക്കുഞ്ഞ് ക്രോസ് ബ്രീഡർ. തമാശമാരെ, നമ്മളിത് ഫിഷിങ് നിർത്തി നമ്മൾ കയറുവാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു 3 വരാൽ, ഇന്നലെ നമുക്ക് ഒരെണ്ണം, ടോട്ടൽ നമ്മുടെ ഫ്രോഗിൽ 4 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്പേസൊക്കെ കുറവാണ്, ഉള്ള സ്പേസിൽ നിന്നൊക്കെയാണ് നമ്മൾ അടിച്ചെടുത്തത്. സോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫ്രോഗ് വേണ്ടവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം, നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു ഫിഷിംഗ് വീഡിയോ കാണും വരെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേഴ്സ് മത്സ്യന്മാർക്കും ടാറ്റാ, ബൈ ബൈ.